ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ കാണിച്ച ഒരു തെറ്റ് നാട്ടുകാരെ നേരത്തെ വിശ്വാസത്തിലെടുത്തില്ല. ഇന്നത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉമ്മൻചാണ്ടിക്ക് അതിനുള്ള സമയവും ഉണ്ടാവില്ല. ഇനി നമുക്ക് മലപ്പുറം പള്ളിക്കലെ ഹബീബയെയും 3 പെൺകുട്ടികളെയും കാണണം. എല്ലാവരെയും വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു കഥയാണിത്. മലപ്പുറം പള്ളിക്കൽ ഹബീബയുടെ അവസ്ഥ ആ നാട്ടുകാർക്കറിയാം. ഭർത്താവ് അബ്ദുറൌഫ് ഹബീബയ്ക്ക് 3 പെൺകുട്ടികളെ സമ്മാനിച്ച് സ്ഥലം വിട്ടു. ഹബീബ മക്കൾക്ക് വേണ്ടി പൊരുതി ജീവിക്കാൻ ശ്രമിച്ചു. കുട്ടികൾ വളർന്നു. ഇന്ന് ഉപേക്ഷിച്ചുപോയ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾ തന്നെ ഹബീബയെയും കുട്ടികളെയും ഇറക്കിവിടാൻ ശ്രമിക്കുന്നു. ഞങ്ങള് ഇപ്പൊ പോയിട്ട് 8-9 കൊല്ലായി. പിന്നെ ഇവിടെ അയൽവാസികള് ഇപ്പൊ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഓരോ സാധനങ്ങൾ നഷ്ടപ്പെടുത്തിയാണ്ടും അടുപ്പിന്റെ കോയില്, പിന്നെ ഓരോ പൈപ്പുകൾ ഒക്കെ കേടെടുത്തിയാണ്ട്, പിന്നെ കിണറ്റിലെ വെള്ളം ഇങ്ങനെ എന്തൊക്കെയോ കലർത്തിയാണ്ട് അതും കേടെടുത്ത, ഒരു ജാതി വാസന ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലുള്ള അവസ്ഥയാണ് ഒരു ഇതാക്കണേ. 3 പെൺകുട്ടികളായതുകൊണ്ടാണ് മൂപ്പര് തിരിഞ്ഞു നോക്കാത്തതും ചെയ്യാത്തതും. മൂപ്പര് ജ്യേഷ്ഠരും ഭാര്യയും അയൽവാസികളും കൂടി ചേർന്നാണ്ടാണ് ഞങ്ങൾ ഈ കൊല്ലാക്കൊല ചെയ്തത്. മക്കളെ പഠിക്കാനോ ഇരിക്കാനോ മക്കളെ ഒരു കാര്യത്തിനും അയക്കലില്ല. മക്കളെ പല നിലക്കും മൂപ്പര് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളെ ബ്ലാങ്കറ്റ് പുതപ്പിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കണ്ട് കുട്ടികളെ നിലയും പൊടിയും കേട്ടപ്പോൾ ഞാൻ ഓടിയെത്തി. അതിനെ ബ്ലാങ്കറ്റ് പുതപ്പ് ഞാൻ എടുത്ത് മാറ്റി. അതിന് ഞാൻ എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തി. അങ്ങനെ പിന്നെ ഒരു ദിവസം ഉണ്ട് മൂപ്പര് ചോറ് വാരി കൊടുത്തിട്ട് കുട്ടികളെ കണ്ണിങ്ങനെ തുറുത്തുക. ഞാൻ ചോറ്റുപിള്ളേറ്റ് എടുത്ത് എറിഞ്ഞി. എന്നോട് ചോദിച്ചു എനിക്ക് ആണായിക്കൂടെ. ഞാൻ ചെറിയ കുട്ടിയെ ഇപ്പൊ എന്നെ തോട്ടേക്ക് എറിഞ്ഞി. എന്നിട്ട് ഒരു കാക്ക കണ്ടപ്പോ എന്റെ വാപ്പ അപ്പോത്തിന് എന്നെ ചാടി എടുത്ത്. എന്നിട്ട് അവിടുന്ന് മൂപ്പര് കഴിയാഞ്ഞിട്ടാണ് മൂപ്പര് പോയതിന് ശേഷം ഞങ്ങൾക്കൊരു കത്തോ കമ്പിയോ പൊടിയോ കാര്യോ ഒന്നുമില്ല. അങ്ങനെ മൂപ്പര് നാട്ടുകാർക്ക് വിട്ടുകൊടുത്ത്. പിന്നെ വൈമക്കൂടെ പോകുമ്പോ ചോദിക്കുക, നിങ്ങൾക്ക് ഇവിടെ ആധാരം ഉണ്ടോ, നിങ്ങൾ എന്തിനാ അതിൽ കൂടെ പോണേ, എന്നിട്ട് നിങ്ങളോട് ഇവിടുന്ന് നിങ്ങളെ കൊന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ലക്ഷങ്ങളാ പിരിയാൻ പോണത് എന്നൊക്കെ ഓല് പറയണേ. പേടിയൊക്കെ ഉണ്ട്, വല്ല അക്രമം കൊണ്ട് വല്ല ഞങ്ങൾ എന്ത് ചെയ്ത് കളയുന്നുണ്ട്. അപ്പനെ കാണുന്നില്ല, തീരെ ഇഷ്ടമില്ല. ഞങ്ങളെ കണ്ടാലും എന്നെ കഷ്ടപ്പെടുത്തും. ഇങ്ങനെ എന്തൊക്കെയോ തെറി വിളിച്ച് ഞങ്ങൾ അവിടുന്ന് ആട്ടുമൊക്കെ ചെയ്യും. വാപ്പ ഞാൻ കുറേ വിളിച്ചു. ഇപ്പൊ എന്നെ വിളിച്ചു, എൻ്റെ മക്കളല്ല, എനിക്കുണ്ട് വേറെ മക്കളെന്ന് പറഞ്ഞു. എനിക്ക് വേറെ മക്കളുണ്ട്, നിങ്ങൾ കുട്ടികളല്ല എന്റേത് എന്ന് പറയാൻ ധൈര്യപ്പെട്ട ഈ മനുഷ്യൻ ഇന്നവിടെ. ഈ പെൺകുട്ടികളെ ഈ ഉപ്പ കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഉമ്മ തന്നെ പറയുന്നു. ഇതിനൊന്നും പ്രബുദ്ധ കേരളത്തിൽ മറുപടിയില്ല. ഈ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ് പറഞ്ഞ 3 ജെല്ലി ഒഴിവാക്കിയാണ്. കുട്ടികളെയും വേണ്ട, അന്യം വേണ്ട. ഈ പേരും പറമ്പും ജ്യേഷ്ഠന്റെ മജീദ് മുസ്ലിയാരുടെ പേരിലാണെന്ന്. ഞാൻ ഈ 3 പെൺകുട്ടികളായിട്ട് എവിടേക്ക് പോണ്? ഭക്ഷണമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല. എന്നാലും ഞാൻ വിചാരിച്ച തളരല്ല ചെയ്യേണ്ടത്, ജീവിച്ച് കാട്ടിക്കൊടുക്കണല്ലോ പഠിച്ചോന്. ഏതേ നിലക്ക് ഇവർക്ക് ഓൽക്ക് വേണ്ടാത്ത മക്കളെ എനിക്ക് വേണം. ഞങ്ങൾ പെൺകുട്ടികളായതാണ് ഉപ്പാന്റെ കാരണം. അപ്പൊ ഇവല് പറയണൊക്കെ സത്യം തന്നെ ആയിരിക്കും. ഓല് ഇപ്പൊ പറയണ മാതിരിയല്ലേ ഒരു ചെയ്യുള്ളൂ. ഓലോട് ചെയ്യണ്ട പറഞ്ഞ ഓല് ചെയ്യൂലല്ലോ. ഇതിന്റെ മക്കളാണെന്ന് പറഞ്ഞ ഓല് ചെയ്യൂ. ഇപ്പാന്റെ വരുമാനം മുട്ടിയാല് ഇപ്പാനെ നോക്കാൻ ആരുണ്ടാവില്ല. അപ്പൊ ഞങ്ങളടുത്തേക്കല്ലേ വരുള്ളൂ. ഞങ്ങൾ പഠിച്ചുയർന്ന് അവരെ മുമ്പ് കാട്ടി കൊടുക്കണം. അത് തന്നെ പഠിച്ച് ഉയർന്ന് വലിയൊരു സ്ഥാനത്തെത്തിയിട്ട് ടീച്ചറാക്കണം. എനിക്ക് നല്ല പഠിക്കണം, ഒരു ഡോക്ടർ ആവണം. ഇവിടുന്ന് +1 സയൻസ് എടുക്കണം, അവിടുന്ന് എൻട്രൻസ് എഴുതണം എന്നുള്ളൊക്കെ ഒരു ആഗ്രഹമാണ്. പക്ഷെ അതൊക്കെ കഴിയുമെന്ന് എനിക്കറിയില്ല. അതിനൊന്നും പൈസ എത്തൂല. പിന്നെ ഇവിടെ ഉള്ള ഓരോ ഉപദ്രവങ്ങളും കാരണം പഠിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ മാനസികാവസ്ഥയിൽ ഈ കുട്ടികൾക്ക് എങ്ങനെ പഠിക്കാനാവും? ഉപേക്ഷിച്ചുപോയ മനുഷ്യന് വേറെ കുട്ടികൾ ഉണ്ടാകും. ആ കുട്ടികൾക്കും ഇതാവാം നാളത്തെ വിധി. ഹബീബ് അധൈര്യപ്പെടരുത്. ഇത്രയും കാലം പിടിച്ചു നിന്നില്ലേ? കണ്ണാടിയെ സ്നേഹിക്കുന്ന സമൂഹം സഹായത്തിനുണ്ടാവും.